ജയേട്ടൻ്റെ അതിപ്രശസ്തമായ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈ ഗാനത്തിൻ്റെ പല്ലവിയിലൂടെ നമുക്ക് ആരംഭിക്കാം. ദക്ഷിണാമൂർത്തി സ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ സ്വാമി ദക്ഷിണാമൂർത്തി സ്വാമി എന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹം പക്ഷേ ഞാൻ കാണുമ്പോൾ സ്വാമി ആദ്യം പോയി ആദ്യം കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമയുടെ 25-ാം വർഷം എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഇറങ്ങുമ്പോൾ ഭാരം വല്ലാത്ത ഭാരം പാടിയ ആ സ്വാമിയെ കാണുന്നത്. പിന്നെ സ്വാമിയെ കാണുന്നത് മദ്രാസിൽ പോയി അസോസിയേറ്റഡ് ജയമാരുതി സ്വാമിയെ കണ്ടപ്പോൾ ചോദിച്ചു, തമ്പുരായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, തമ്പുരായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല സ്വാമി. പിന്നെ പാടാൻ വന്നേക്കുക. ഞാൻ ഇറങ്ങിപ്പോയി, എന്താ ചെയ്യാൻ പറ്റും. പിന്നെ പക്ഷെ ഞാൻ ദിവസവും വരെ അവിടെ എൻ്റെ പ്രൊഡ്യൂസർ സാറിനെ പോയി കാണും. അവിടെ ഇരിക്കണ്ടാവും. അപ്പോൾ കുറേ കഴിയുമ്പോൾ സാർ എന്താ ചെയ്യുന്നത്, സ്വാമി എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വാമി ഇങ്ങനെ പറഞ്ഞ ശരി, അടുത്ത ദിവസം ആദ്യം വരും. ഇങ്ങനെ ദിവസങ്ങളോളം വന്നിരിക്കുമ്പോൾ ഒരു പാട്ട് സ്വാമിയോട് റെക്കമെൻഡ് ചെയ്തത് പാട്ട് ജയമാരുതിയുടെ പാട്ട്. അപ്പോഴാണ് ഭാര്യമാർ സൂക്ഷിക്കുക, മരുഭൂമിയിൽ മലർ വിരിയുകയെന്ന് പാട്ട് വന്നു. അപ്പോൾ അതൊരു അസാമാന്യമായ കർണാട്ടിക് രാഗപദ്ധതിയുള്ളൊരു പാട്ട്. പക്ഷെ അത് ആ പാട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നില്ല. ചന്ദ്രയിലലിന്ന് ചന്ദ്രകാന്തത്തിലേക്ക് എല്ലാ പാട്ട് അതിനകത്ത് മറ്റു പാട്ട് ആർക്കും ജനങ്ങളിൽ ഇറങ്ങി ചെന്നില്ല. അങ്ങനെയാണ് സ്വാമിയുടെ ആദ്യത്തെ പാട്ട്. അശ്വതി നക്ഷത്രമേ ചന്ദനത്തിൽ അങ്ങനെ അങ്ങനെ വന്നു. പിന്നെ അങ്ങ് ഒരുപാട് പാട്ട് സ്വാമിയുടെ പാട്ട് എന്ന് പറയുമ്പോൾ ജയേട്ടനെ ഓർക്കുമ്പോൾ ആദ്യം ഭാസ്കർ മാഷും സ്വാമിയും ജയേട്ടനും കൂടി നമുക്ക് തന്ന ഏറ്റവും മികച്ച പാട്ട് ഹർഷബാഷ്പം. അതെ, നമുക്ക് ആ പാട്ട് പാടാം. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഏത് സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏത് രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു. ഭാര്യമാർ സൂക്ഷിക്കയിലെ മരുഭൂമിയിൽ മലർ എന്നുള്ളൊരു ആ പാട്ടൊന്ന് വെറുതെ ഒന്ന് ചേട്ടനിങ്ങനെ മൂളിയാൽ നല്ല രസമുണ്ടാവും. മരുഭൂമിയിൽ മലർ വിരിയുകയോ എൻ മനസ്സിലും മോഹം വിടരുകയോ, മരുഭൂമിയിൽ മലർ വിരിയുകയോ എൻ മനസ്സിലും മോഹം വിടരുകയോ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ തന്നെ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്നാണ്. നമ്മുടെ ജീവിതമാകുന്ന കാവ്യപുസ്തകത്തിലെ ഓരോ പേജുകളും നമ്മളിങ്ങനെ കാവ്യപുസ്തകമല്ലോ ജീവിതം. നമ്മൾ ഇവിടെ പോയി പാടിയത് ഓർമ്മയുണ്ടോ? ഭാരതപ്പുഴയെ. പിന്നെ തീർച്ചയായിട്ടും വണ്ണിയം പെരുമ്പലത്ത് പോയി നമ്മൾ വണ്ണിയം പെരുമ്പലത്ത് പോയി നിലാവില് ഭാരതപ്പുഴയില് ഭാരതപ്പുഴയുടെ എന്താ നിലാവിലും മലർന്ന് കിടന്ന്
പാടിയ പാട്ടാണ്. പാടിയ പാട്ടാണ് നമ്മുടെ സിനിമയിലെ പാട്ടാണ്. ജീവിതത്തിൽ അല്ല നമ്മുടെ പിക്ചർ അത് അശ്വതി. പക്ഷെ നമ്മളെ ജീവിതത്തോട് കൂട്ടി വെക്കുമ്പോഴാണ് സിനിമയും പേരുകളും ഒക്കെ പ്രത്യക്ഷമായിട്ട് ഈ പാട്ട് ഇങ്ങനെ നമ്മളെ അവിടെ നിന്ന് നമ്മൾ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് പോവാറ്. അതെ അതെ. പക്ഷെ അവിടെ എത്തുമ്പോൾ സമ്മറിലാണ് നമ്മൾ പോയത്. ഹെവി സമ്മറിലാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന പയറും കുമ്പളങ്ങി കൊണ്ടുപോയിട്ട് രാത്രി മുളോഷ്യം. അതെ അതെ രാത്രി അത് മറക്കില്ല. അത് മണലൊന്നും ഇല്ല അവിടെ, ഇപ്പൊ കാട ഒക്കെ പോയി. പിന്നെ മാത്രമല്ല നമ്മൾ തിരുമിറ്റക്കോട് എന്ന സ്ഥലത്തിന് പോകാണ്ട്. തിരുമിറ്റക്കോട് എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവ ക്ഷേത്രം. അവിടെ മണലൊക്കെ ഉണ്ടോ? അവിടെ ഉണ്ട്. അവിടെ കുറേ വീതിയുള്ള സ്ഥലമാണ്. നോക്കാം. ഞാൻ ഓർക്കുകയാണ് നമ്മൾ പണ്ടൊരിക്കൽ ഈ ഭാരതപ്പുഴയിൽ പോയി കിടന്ന് പാടിയ പോലെ കലാമണ്ഡലം ഹൈദരാലി ആയിട്ടിരുന്നിട്ട് ജയേട്ടൻ കാവ്യപുസ്തകം പാടുന്നു, ഹൈദരാലി എന്തിഹമൽ മാനസെ പാടുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. നമ്മളൊരു വിഷു ദിവസത്തിൽ ഇരുന്നിട്ട് രാത്രി ഹൈദരാലി നമ്മളെ വിട്ടു പോയില്ലേ. ഹൈദരാലി നല്ല കലാകാരനാണ്. അപ്പൊ അദ്ദേഹം എന്തിഹമൽ മാനസേ അത് പാടി കഴിഞ്ഞോണ്ട് ചേട്ടൻ ഈ കാവ്യപുസ്തകമല്ലോ ജീവിതം. അപ്പൊ നമ്മളിവിടെ ഈ 50-ാം വർഷത്തില് കഥകളി സംഗീതത്തിലെ ഭാവഗായകനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹൈദരാലിയും കൂടി ഓർക്കുകയാണ്. തീർച്ചയായിട്ടും. ജീവിതത്തിൽ കൂട്ടലും കിഴിക്കലും ഒന്നും ഇല്ലാതെ ജീവിതത്തിൽ ഒരു മനുഷ്യനാണ്. മധുരകാവ്യം അതെ അതെ. ഭാസ്കര മാഷും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ ഒന്നും അദ്ദേഹം കരുതി വെച്ചിട്ടില്ല. അദ്ദേഹം ഒന്നും കൂട്ടിയും കഴിക്കാതെ മധുരകാവ്യമായിട്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ഈ കാവ്യപുസ്തകം. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. അനഘ ഗ്രന്ഥമിതാരോ തന്നു, അനഘ ഗ്രന്ഥമിതാരോ തന്നു, മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വച്ചു. കൂട്ടും ജീവന്റെ വിളക്കും കൂട്ടിവച്ചു, അവനാവോളം വായിച്ചു മതിമറക്കാൻ. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. ആസ്വദിച്ചിടണം ഓരോ വരിയും, ആനന്ദ സന്ദേശരസമധുരം. ഇന്നോ നാളെയോ വിളക്കു കെടും, ഇന്നോ നാളെയോ വിളക്കു കെടും. പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. മധുര കാവ്യമിത് മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. ഇതിൽ കണക്കെഴുതാൻ ഏടുകൾ.
സ്വാമി. ഏടുകളെവിടെ ഏടുകളെവിടെ, കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. നമ്മുടെ സ്വാമി പാട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഏറ്റവും നന്നായി എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ അയ്യപ്പ എന്നാണ് അത്രേ. അയ്യപ്പ അപ്പം അവസാനം ഇപ്പം നാരായണ നാരായണ നാരായണ. അതെ അതെ, സ്വാമിയിൽ അവസാനം നാരായണ നാരായണ നാരായണ. അതുപോലെ സ്വാമിയുടെ ഇത് ഏതാ സ്വാമി രാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, എന്തോന്ന് രാഗം? സിനിമാ രാഗം എന്ന് പറയും. സിനിമാ രാഗം. ഉള്ള രാഗം ശ്രുതി ചേർത്ത് അങ്ങ് പാടി വെച്ചാൽ മതി. സിനിമാ രാഗം നമ്മൾ ശ്രുതി ചേർന്ന് ആ പാടുന്നത് നമ്മൾ വിചാരിക്കും, ശ്രുതിയിലല്ല എന്നുള്ളതാ സത്യം. ശ്രുതി ചേരും ആ സമയത്ത് നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാകും. ഓ ശരി ശരി ശരി. സ്വാമി എന്ന് പറഞ്ഞ സംഗീത കുലപതി, എന്താ സംഗീതത്തിൻ്റെ മറുകര കണ്ട അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യുവറ്റ് കൂടെ ഉണ്ട്. അത് ജയേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയ്ക്കൊപ്പം ജയേട്ടൻ പാടിയതാണ്, ശ്രീമദ് ഭഗവത്ഗീതയിൽ വിലാസരൂപിയായി. നമുക്ക് രാജിയെ വിളിക്കാതെ പാടാം. ഈ പാട്ട് കല്യാണ വസന്തത്തിലുണ്ടാണ്. ഈ പാട്ടിൻ്റെ പ്രത്യേകത ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ഇത് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു മ്യൂസിക് ഡയറക്ടർ ഇളയരാജ. ഇളയരാജയുടെ ഫേവറേറ്റ് സോങ്ങാണ്. രാജ എപ്പോഴും കാണുമ്പോൾ എന്നോട് പറഞ്ഞു, ജയൻ എന്താ പാട്ട് കൊഞ്ചം പാടുക, കല്യാണ വസന്തം. ആ പാട്ടാണത്. ഭാസ്കരൻ മാഷ് സുശീലാമ്മയും ഞാനും കൂടെ പാടിയത്. എനിക്കൊരു വേറൊരു ഭാഗ്യമാണ്, അമ്മയുടെ കൂടെ പാടാൻ വേണ്ടിയിട്ട് വലിയൊരു ഭാഗ്യമാണ്. വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു, കഞ്ചുകമൂരി മാറത്ത് പൂശാൻ, കഞ്ചുകമൂരി മാറത്ത് പൂശാൻ, കളഭകിണ്ണം നീക്കി വച്ചു വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. വനാന്ത ശീതള നളിനി നളിനി വർണ്ണമനോഹരിയായി, വനാന്ത ശീതള നളിനി നളിനി വർണ്ണമനോഹരിയായി, ജലദേവതമാർ ലീലാലോലം, ജലദേവതമാർ ലീലാലോലം നീന്തി നീന്തി നടന്നു മലർന്നു, നീന്തി നീന്തി നടന്നു വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. രജനി കോകില മകലെ അകലെ മരകര സംഗീതമരുളി, രജനി കോകില മകലെ അകലെ മരകര സംഗീതമരുളി, മനസ്സുമുടലും പ്രണയലഹരിയിൽ, മനസ്സുമുടലും പ്രണയലഹരിയിൽ മദന പൂജയ്ക്കൊരുങ്ങി, ഇന്നിതാ മദന പൂജയ്ക്കൊരുങ്ങി
വസന്ത കൗമുദി വന്നു കഞ്ചുകമൂരി മാറത്ത് പൂശാൻ കഞ്ചുകമൂരി മാറത്ത് പൂശാൻ കളഭകിണ്ഡം നീക്കി വച്ചു വിലാസനോലുപയായി വസന്ത കൗമുദി വന്നു. ചന്ദ്രത്തിൽ എന്ന പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും മലയാള ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് വരെ ഉണ്ടോ ഇതാണ് ഏറ്റവും ഫാസ്റ്റ് സോങ്, ബ്യൂട്ടിഫുൾ സോങ്. നമുക്കത് പാടാം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം പ്രിയയോ കാമശിലയോ നീ ഒരു പ്രണയഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ഗാനമേ നിൻരാഗഭാവം താമരത്തനുവായി ഗാനമേ നിൻരാഗഭാവം താമരത്തനുവായി ഇതളിട്ടുണരും താളലയങ്ങൾ ഇതളിട്ടുണരും താളലയങ്ങൾ ഈറൻ പൂന്തുകിലായി രതിയോ രാഗനദിയോ നീ സുഖ രംഗ